നമസ്കാരം. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ചയാണ്. കാഴ്ച എന്ന് പറഞ്ഞാൽ വാർത്തയാണ്. ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനം ഒരു വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പെൻഷനാണ് വിഷയം. ആ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി, അത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അതായത് ഇപ്പോ സോഷ്യൽ മീഡിയയ്ക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചട്ടി മറിയക്കുട്ടി, അവരെ മുന്നിൽ പോയി മൈക്ക് വയ്ക്കുകയാണ്. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ എന്നറിയാൻ. കണ്ട പെൻഷനൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോ? പിന്നെ ചില ആൾക്കാർക്ക് 1200 കൊടുക്കണ്ട്, ചിലർക്ക് 1300 കൊടുക്കണ്ട്. അങ്ങനെ പല ഐറ്റത്തിലാണ് പോക്ക്. അതിൻ്റെ എന്നാന്ന് നീക്ക് പിടികിട്ടില്ല. കണ്ടല്ലോ, മാപ്രയുടെ ചോദ്യത്തിന് തിരിച്ചു പറയുന്ന മറുപടി, ചിലർക്ക് 1200 കിട്ടുന്നുണ്ട്, ചിലർക്ക് 1300 കിട്ടുന്നുണ്ട്, എന്താണ് എന്തോ ഇങ്ങനെ എന്ന് അവർ മറുപടി പറയുക. കേട്ടവർക്ക് മനസ്സിലാകും, ഈ നാട്ടിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷനായിട്ട് ഓരോരുത്തർക്ക് നൽകുന്നത്. അതിൽ 5 ലക്ഷം പേർക്ക്, ഏകദേശം 60 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. 60 ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ 5-6 ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു ചെറിയ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം. അപ്പോ അങ്ങനെ കൊടുക്കാം. കാര്യം ഈ 2 പെൻഷനൂടെ മേടിച്ച് തുക ഒരുമിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അത് സർക്കാർ കൊടുത്തതിന് ശേഷം പിന്നീട് എപ്പോഴാണോ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്യുന്നത്, ആ ഫണ്ട് അങ്ങ് ആ സമയത്ത് ഇത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് സ്വന്തം കയ്യിൽ നിന്ന് ഫണ്ട് വരുന്ന സന്ദർഭത്തിൽ ഈ കേന്ദ്ര ഫണ്ട് കൊടുക്കാനുള്ള തുകയും കൂടി സർക്കാർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അത് ഞങ്ങൾ ഇനി കൊടുത്തോളാം, നേരിട്ട് ഈ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ ഇവർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതങ്ങ് കൊടുക്കൽ നിർത്തിയപ്പോൾ ഈ നാട്ടിലെ പെൻഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ 5 ലക്ഷം പേർക്ക് എന്ന് പറഞ്ഞാൽ, അവർക്ക് ഈ കേന്ദ്ര ഫണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ വൈകല്യം ബാധിച്ചവർക്കും അത്തരത്തിലുള്ള ചില ആൾക്കാർക്കാണ്, അതായത് 80 വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് അങ്ങനെ ഉൾപ്പെടെ ഉള്ളവർക്കാണ് 300 രൂപ 500 രൂപയൊക്കെ ഉള്ള പെൻഷൻ ഉള്ളത്. അപ്പൊ അവർക്ക് 1100 രൂപയും കൂടി ചേർത്ത്, ഈ പൈസയും കൂടി ചേർത്ത് 1600 ആക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം. ആ ഒരു പ്രവർത്തന രീതി അത് കേന്ദ്ര സർക്കാർ മുടക്കിയപ്പോൾ കഴിഞ്ഞ ഏതാനും മാസമായിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എത്ര പേർ അറിഞ്ഞു? ചർച്ചയായോ? എന്തുകൊണ്ട് ഈ ചെറിയ തുക അവർ കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ ചർച്ചയായി മാറുന്നില്ല? കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിക്കാറുണ്ടോ? ഈ മാപ്രകൾ സംസാരിക്കാറുണ്ടോ? എന്തിനേറെ പറയുന്നു, അവർ മൈക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ, ഒരു കൊള്ളാവുന്നുള്ള മാപ്രയാണെങ്കിൽ, ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ, അത് സംസ്ഥാന സർക്കാർ തരുന്നത് ഇതാണ്, നിങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് തരേണ്ടത് കിട്ടാത്തതാണെന്ന് തിരുത്തില്ലെന്നേ. അങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ തന്നെ ചിന്തിക്കണം. ആ വസ്തുത അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് മുടങ്ങുന്നുവെന്നും മുടക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന തത്രപ്പാട് ജനം അറിയുമെന്നും, കള്ളങ്ങൾ കൊണ്ട് ഈ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നവരെ തന്നെ അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചല്ലോ. അതാണല്ലോ ഇവരുടെ ഉദ്ദേശം. അതാണല്ലോ ഈ നാട്ടിലെ ഈ വിശുദ്ധമായ മാധ്യമ പ്രവർത്തനം. സത്യസന്ധതയോ വസ്തുതയോ ജനങ്ങളെ അറിയിക്കുകയല്ല, തെറ്റിദ്ധാരണകളും പുകമറകളും സംശയങ്ങളും സൃഷ്ടിക്കണം. അങ്ങനെ അവരുടെ ഏഷ്യാനെറ്റ് പോലെ ഒരു സംഘപരിവാർ മുതലാളിയുടെ ചാനലിലെ മൈക്കിന് മുന്നിൽ ഒരു ചോദ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഉത്തരം പറയുമ്പോൾ, അതിലൊരു വസ്തുത ഉണ്ടെന്നും ആ വസ്തുത പറഞ്ഞു കൊടുക്കാതെ സംഘപരിവാറിന് വേണ്ടി പരസ്യമായി പാദസേവ ചെയ്യുന്നവരാണ് ഈ മാപ്രകളെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സർക്കാർ ക്ഷേമ പെൻഷനിൽ കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ടെന്നേ, 3-4 മാസത്തെ പൈസ കൊടുക്കാനുണ്ട്, വസ്തുതയാണ്. പക്ഷേ എങ്കിലും ഈ മാസവും ഫണ്ട് വകമാറ്റി ഒരു മാസത്തെ തുക കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള പണം കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്, വരും ദിവസങ്ങളിൽ കിട്ടും. പക്ഷേ ക്ഷേമ പെൻഷൻ കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട വിഹിതത്തെ കഴിഞ്ഞ കുറെ കാലമായി മുടക്കിയിട്ട് ഒരു പ്രശ്നവും. അത് കിട്ടാത്തവരുടെ വീട്ടിൽ കഞ്ഞികൂടി മുട്ടിയിട്ടില്ല. അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. അവിടങ്ങളിൽ പോയിട്ട് അവരുടെ ദുരിത ജീവിതമോ അവരുടെ ദുരിത കണ്ണീരോ ഈ പെൻഷൻ മുടങ്ങിയുകൊണ്ട് അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് പറയാത്ത വിശാല മനസ്കമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ, നാട്ടുകാരൊന്ന് കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. കാര്യം ഈ മാസം ഒരു ചെറിയ തുക അവരുടെ കയ്യിലെത്തുകയാണ്. ഈ കിട്ടാത്ത 3-4 മാസം അത് മുടക്കാൻ വേണ്ടി ഇവർ തന്നെ പണിയെടുക്കുന്നു. അത് മുടക്കിയതിനു ശേഷം അവർ തന്നെ അത് ഉപയോഗപ്പെടുത്തി നേട്ടമുണ്ടാക്കാൻ വേണ്ടി വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നു. ഒരു കാര്യം ആലോചിച്ചാൽ മതി, കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് മുടങ്ങാതെ എങ്ങനെ കിട്ടിയേ? കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഈ 3 വർഷത്തിനിടയിൽ കേവലം 4-5 മാസമാണ് മുടങ്ങിയത്. എന്താണ് ആ 3 വർഷം അല്ലെങ്കിൽ 2.5 വർഷം മുടങ്ങാതെ കൊടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? പിന്നെ ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട്, പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് 2 രൂപ ഇന്ധന സെസ് ഏർപ്പെടുത്തി. 2 രൂപ ഇന്ധന സെസ് വെച്ചാണെങ്കിൽ 700 കോടി രൂപ മാത്രമേ ഒരു വർഷം അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേവലം 2 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 700 കോടി രൂപ മാത്രം ഒരു വർഷം. ഒരു മാസം പെൻഷൻ കൊടുക്കാൻ 60 ലക്ഷം പേർക്ക് വേണ്ടത് 900 കോടിയാണ്. ആ 700 കോടി രൂപ 2 രൂപ വെച്ച് കളക്ട് ചെയ്താൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഇതൊന്നും സാധാരണക്കാരോട് പറയത്തുമില്ല, അവരറിയാനും പാടില്ല. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന മാധ്യമ ആചാരങ്ങൾ. മുതലാളിമാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സംഘപരിവാർ മുതലാളിമാരും കോൺഗ്രസ് മനസ്സെന്ന രീതിയിൽ സംഘപരിവാറിന്റെ ചിന്തയുള്ളവരും ഈ മാധ്യമങ്ങളുടെ ഉടമസ്ഥരായി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ
ഈ നാട്ടിലെ സത്യങ്ങൾ സത്യങ്ങളായി ജനങ്ങളുടെ മുന്നിൽ എത്തില്ല. അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണകൾ അവർ അറിയാതെ പറയുമ്പോൾ അത് തിരുത്താൻ പോലും മനസ്സില്ലാത്തവരാണ്. അത്രമാത്രം സംഘപരിവാർ മനസ്സുള്ളവരാണ് മാപ്രകളായിട്ട് ജോലി ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഈ ചട്ടിമറിയുടെ ഈ പ്രതികരണമെന്ന് നിസ്സംശയം പറയാം.